തെരുവ് നായായ തോമസിൻ്റെ 12ാം പിറന്നാളാഘോഷവുമായി ബന്ധപ്പെട്ട് നാടൊട്ടുക്ക് ഫ്ലെക്സുകളും സ്ഥാപിച്ചിരുന്നു. കൗൺസിലർ സുനിൽ തോമസാണ് പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായുള്ള കേക്ക് മുറിക്കാനെത്തിയ VIP. കേക്ക് മുറിച്ച ശേഷം വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബിരിയാണിയും വിതരണം ചെയ്തിരുന്നു. ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. കാരണം എന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് ഡാൽഫിൻ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, 12 വയസ്സ് ആഘോഷിക്കുകയാണ്, ഒന്ന് ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ നോക്കാം, സ്ഥലത്തിരിക്കുകയാണ്, എങ്കിലും ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഞാനറിയുന്നില്ല. ഞാനിപ്പോൾ ഓടി ഇവിടെ എത്തിയപ്പോൾ കാണുന്നത് ഈ തോമസ് എന്ന് പറഞ്ഞ പട്ടിയുടെ 12 വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. 12 വർഷം മുമ്പ് കെട്ടിടമൂട് തീരപ്രദേശത്തെ പാറക്കെട്ടിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളിയായ ഡാർഫിന് നായയെ ലഭിച്ചത്. തുടർന്ന് നായയെ വീട്ടിലെത്തിച്ച് പാലും ഭക്ഷണവും നൽകി വളർത്തി. തോമസ് എന്ന പേരും നൽകി. അന്നു മുതൽ കെട്ടിടമൂട് നിവാസികളുടെ പൊന്നോമനയാണ് തോമസ്. തോമസിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് മരണത്തിൻ്റെ മുന്നിൽപ്പെട്ടിരുന്ന ഡാർഫിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായത്. പ്രദേശത്തെ VIP ആയ തോമസിന് കൃത്യമായ ദിനചര്യകളുമുണ്ട്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞാൽ കടലിലെ കുളി നിർബന്ധമാണ്. കുളി കഴിഞ്ഞെത്തിയാൽ ഉടൻ ബിസ്ക്കറ്റുമായി ഡാർഫിനെത്തും. ഇതിനുശേഷം വിശ്രമം. ഉച്ചഭക്ഷണം പ്രദേശത്തെ മിക്ക വീടുകളിൽ നിന്നും കഴിക്കും. രാത്രി ഭക്ഷണമാണ് പ്രധാന ആകർഷണം. ചിക്കൻ ഫ്രൈ, കുഴിമന്തി, വെറോട്ടയും ബീഫും ഉൾപ്പെടെ നൽകും. ഇത് കഴിഞ്ഞ ശേഷമാണ് കെട്ടിടമുട പ്രദേശത്തിൻ്റെ നൈറ്റ് വാച്ച്മാനായി തോമസ് മാറും. പിന്നെ അന്നുമല്ല, ഇവിടെ എല്ലാവർക്കും ഒരു കാവൽക്കാരൻ തന്നെ. രാത്രി ഇപ്പോൾ ആര് വന്നാലും, ഇപ്പം നമ്മളെ തന്നെ അല്ല വേറൊരാളെ തന്നെ ജോലിക്ക് പോയാൽ അവൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ട് ഇവർ കടപ്പുറത്തുനിന്ന് എല്ലാവരും ആഹാരം കൊടുക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ ഈ പ്രദേശവാസികളെല്ലാം വലിയ കാര്യമാണ് തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും കൊടുക്കും ആഹാരം. ഒരു നേരത്തെ ആരെങ്കിലും വിശന്ന് തന്നെ അവൻ ആരും കൊടുക്കും. എല്ലാ വീട്ടിലും കയറും, എല്ലാ വീട്ടിലും കമ്പോട്ടിയും പോകും, ഒരു ശല്യമില്ല ആർക്കും. അത് എന്തോ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു. അത് അവൻ്റെ അമ്മമാരിൽ 5 പേരുണ്ടായിരിക്കും മൊത്തം കൂടെ. 5 മക്കളെ ഈ മക്കൾ കിടക്കുന്നത്, ആണും പെണ്ണായിട്ട് 5 എണ്ണം കിടപ്പുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെവിടെയെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കും, ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മിച്ചം കിട്ടിയൊരു കുഞ്ഞാണ് വീട്ടിൽ കിടക്കുന്നത്. മുത്തപ്പൻ എന്നാ പേരിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ കേക്ക് മുറിക്കുക, പിന്നെ ചെറിയ മദ്യം, അങ്ങനെ കടപ്പുറം ചെറിയ മദ്യവും, പിന്നെ ഒരു ബിരിയാണി, ഒരാൾക്കൊരു ബിരിയാണി, ഇച്ചിരി സാധനവും, അങ്ങനെയുള്ള രീതികൾ. പിന്നെ മിഠായി കൊടുക്കും, കേക്ക് മുറിച്ച് എല്ലാം കേക്ക് വിതരണം ചെയ്യുക. എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വരും. എല്ലാവരും ജോലി തിരക്കും കാരണമൊക്കെ ഇച്ചിരി വൈകുന്നുള്ളൂ, അല്ല കാരണമല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ഒരു 19 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും എടുത്തിട്ട്, എനിക്കൊന്നും വേണ്ട, ഇവന്മാരെ പോലെ ഒരു 50 എണ്ണത്തെ നിർത്തി, ഡോക്ടറെ ഒരു നേഴ്സിനെയൊക്കെ നിർത്തി, അങ്ങനെയൊക്കെ ജീവിതത്തിലെ ഒരു ആഗ്രഹം. ഒരു അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ നീ കുടുംബക്കാർക്കാണ് കുഴപ്പമില്ല. ആഹാരം കൊടുക്കുന്ന വിരോധ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും വലിയ സ്നേഹം തന്നെയാണ്. മക്കളൊക്കെ കുഴപ്പമില്ല, മക്കൾക്കും ഒക്കെ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ വിഷയമൊന്നുമില്ല അവർക്കും. എല്ലാവർക്കും വലിയ കാര്യം തന്നെ. എനിക്ക് വിധങ്ങളൊന്നും പറയാനെടുക്കുന്നതിന് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ തന്നെ. അത് പണ്ട് പോലെ അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര കൂട്ടാണ്. രാത്രിയൊക്കെ അമ്മയൊക്കെ ഒറ്റയ്ക്കോ, സന്ധ്യ അമ്മ ഒറ്റയ്ക്കോ. അപ്പനൊക്കെ ഇച്ചിരി അസുഖമുള്ള ഒരാളായിരുന്നു. പുള്ളി എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ആ പുള്ളിയെ തിരക്കി ഇവരും പോവും, അമ്മയും രണ്ടോടെ ഒരുമിച്ചാണ് പോയി തിരക്കൊണ്ട് വരുന്നത്. അങ്ങനെ അപ്പനും വീട്ടിൽ രാത്രിയിൽ അപരിചിതരാരെങ്കിലും എത്തിയാൽ അന്നേരം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യും. പ്രദേശത്തെ കുട്ടികളുടെയും അരുമതോഴനാണ് തോമസ്. നാടിനു വേണ്ടി കാവൽ നിൽക്കുന്ന തോമസിൻ്റെ പിറന്നാൾ എങ്ങനെ വ്യത്യസ്തമായി ആഘോഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് കേക്ക് മുറിച്ചും ബിരിയാണി വിളമ്പിയും ആഘോഷമാക്കാമെന്ന കടലിൻ്റെ മക്കൾ തീരുമാനിച്ചത്. തോമസിനെ കൂടാതെ വാലാട്ടി, വരുത്തൻ, ബേബി, ബ്രൂണോ എന്നീ പേരുകളിലുള്ള 4 നായ്ക്കളും തീരദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ചടങ്ങിൽ കൗൺസിലർ മുറിച്ച കേക്ക് തോമസിന് നൽകിയതോടെയാണ് പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇതിനുശേഷം നാട്ടുകാർക്കും തീരത്തെത്തിയവർക്കും കേക്ക് നൽകി. തുടർന്ന് പങ്കെടുത്തവർക്കും യാത്രക്കാർക്കും ബിരിയാണിയും നൽകി. തുടർന്ന് ആട്ടവും പാട്ടുമായി ഒരു നാടൊന്നാകെ തോമസ് എന്ന നായുടെ ജന്മദിനത്തിൽ പങ്കാളികളായി മാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.